കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പല കമൻറ്റുകളും വന്നേക്കുന്ന ബാധയുണ്ടോ നേരാണോ? ഒരുപാട് ആൾക്കാർക്ക് ബാധയുണ്ട്, സേവയുണ്ട് എന്നൊക്കെ പറയുന്നു. അത് കൃത്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാധയുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ എന്ത് ബാധിക്കുന്നോ അതാണ് ബാധ, അല്ലേ? ബാധ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് കടം ബാധിക്കുകയാണെങ്കിൽ ബാധയാണ്. നമുക്ക് മറ്റു രീതിയിൽ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ബാധിക്കുകയാണെങ്കിൽ അതൊരു ബാധയാണ്. മനുഷ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ബാധിക്കുകയാണെങ്കിൽ അതൊരു ബാധയാണ്. കർമ്മ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ബാധിക്കുകയാണെങ്കിൽ അതൊരു ബാധയാണ്. പിതൃ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ബാധിക്കുകയാണെങ്കിൽ അതൊരു ബാധയാണ്. അപ്പം ബാധയുള്ളതാണ്. ബാധ നമ്മൾ പ്രശ്നവശാൽ ചിന്തിക്കുമ്പോൾ ബാധനാഥേ വ്യയേഷഷ്ഠേ എന്ന് പറയുന്ന ഒരു പ്രമാണപ്രകാരമാണ് സാധാരണ നമ്മൾ ബാധയുണ്ടോ, പഴയ കാലത്തും ഒക്കെ പറയും, ഇന്നത്തെ കാലത്ത് അത് വേറെ രീതിയിൽ സൈക്കോളജിസ്റ്റുകളൊക്കെ വേറെ രീതിയിൽ പറയും. ഡ്യുവൽ പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അത് എന്താണെങ്കിലും നമ്മൾ ബാധയുള്ളതിന് ഒരു 50-55% വിശ്വസിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ബാധയുണ്ട്. ആ ബാധയെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റേതായിട്ടുള്ള വ്യതിയാനങ്ങളാണ് ഈ ബാധാസംബന്ധമായിട്ടുള്ള വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അല്ല, എനിക്കൊരു അനുഭവം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, സാധാരണ നമ്മൾ എല്ലാ വീടുകളിലും സുദർശന ഹോമം, അഘോര ഹോമം, ശൂലിനി ഹോമം, തിലഹവനം, മൃത്യുഞ്ജയം ഇതൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു ജ്യോത്സ്യനെ കൂടെ വിളിച്ച് ശൈവശാക്തേയ വൈഷ്ണവ സംബന്ധമായിട്ടുള്ള ദുഷിച്ച കലകളെ ആവാഹിച്ച് അതിനെ ഉച്ചാടിക്കുക, അന്തരീക്ഷത്തിൽ ലയിപ്പിക്കുക എന്നാണ് പറയുന്നത്. തിരിച്ചുവിടത്തില്ല, തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ദോഷമാണ്. അന്തരീക്ഷത്തിൽ ലയിപ്പിക്കുക. അത് പോളപ്പതൊക്കെ വെച്ച് കുരുതി നിറച്ച് കുരുതി സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ നാണയത്തിലോ വിഗ്രഹത്തിലോ ചന്ദനമുട്ടിയിലൊക്കെ ആവാഹിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ എനിക്ക് അനുഭവമുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാര്യം ബാധ ഉണ്ടെന്നുള്ളൊരു വിഷയമാണ്. കാര്യം ആ ഒരു സ്ത്രീക്ക് ബാധയുണ്ട്. ഇന്നും എൻ്റെ അടുക്കൽ വന്നിട്ട് അവർ ഇപ്പം എപ്പോഴും എൻ്റെ ഈ ഭാഗത്തൂടെ പോയാലും അവർ എൻ്റെ അടുക്കൽ വരും. അതിന് ശേഷമാണ് അവർക്കൊരു വിവാഹം നടന്നത്. ആ ബാധയുടെ പ്രശ്നം കൊണ്ടാണ് വിവാഹം നടന്നത്. ആ കുടുംബത്തിൽ ഭയങ്കര ആഠ്യതയുള്ള കിഴക്കൻ പ്രദേശത്തിൻ്റെ മലയോരത്തുള്ള ഒരു വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്. അത് ഞാനിവിടെ വന്ന കൂട്ടത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇത് ചെയ്യണം, എനിക്ക് അനുഭവമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ചെയ്യുന്നതിൽ പല ആൾക്കാർക്കും ബാധയുണ്ടോ എന്നുള്ള അവിശ്വാസമാണ്. എൻ്റെ വിശ്വാസമാണ്. എൻ്റെ ജീവിതം ഇങ്ങനെയാണ് റെഡിയായത്. ആ ഒരു പൂജ കഴിച്ചതിന് ശേഷമാണ് ആ ബാധാസംബന്ധമായിട്ടുള്ള വിഷയം എന്നിൽ നിന്നും മാറിയത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ഭയങ്കര ആഠ്യതയുള്ള തറവാടിത്തമുള്ള നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരു പുരുഷനും ഒരു സ്ത്രീയും, ഒരു ആങ്ങളെയും ഒരു പെങ്ങളും. അപ്പോൾ അതിൻ്റെ അമ്മ നേരത്തെ മരിച്ചു പോയതാണ്. അമ്മ അവരുടേതായിട്ടുള്ള സ്കൂളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള അത്രയ്ക്ക് ധനാഢ്യതയുള്ള കിഴക്ക് പ്രദേശത്തുള്ള ഒരാളാണ്. അപ്പോൾ ആ കുട്ടിക്ക് അന്നത്തെ കാലത്ത്, ഇന്ന് അവർക്ക് വയസ്സായെന്നല്ല, മധ്യവയസ്സിൽ മേളിലായി, മക്കളായി, +2 പഠിക്കുന്ന മക്കളൊക്കെ ആയി. അപ്പോൾ അന്നത്തെ കാലത്ത് അമ്മയെ നേരത്തെ മരിച്ചാണ്. 2 മക്കളേ ഉള്ളൂ. അച്ഛൻ റിട്ടയർഡ് ആയിട്ടുള്ള ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ അച്ഛന് നേരത്തെ തന്നെ ഒരു കാര്യം ആലോചിച്ചു. കാര്യം ഒരു ആണും ഒരു പെൺകുട്ടിയാണല്ലോ, പെൺകുട്ടി ഇളയതാണ്. അപ്പോൾ ആൺകുട്ടിയുടെ വിവാഹം നേരത്തെ നടത്തിയേക്കാം. അപ്പോൾ മറ്റൊരു സ്ത്രീയുടെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാകും. അമ്മയില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം. ഇന്നും അവർ അതുപോലെ ആംഗ്ലം പെങ്ങളും അതുപോലെ സ്നേഹത്തോടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതോ ഒരു ജ്യോത്സ്യനെ കണ്ട് അവർ ചാർത്തെല്ലാം എഴുതി മേടിച്ച് ആ സമയമായപ്പം ജ്യോത്സ്യൻ എന്തോ സാധാരണ എന്ന് പറഞ്ഞാൽ കവടി വെച്ച് നോക്കി പ്രശ്നം പറയുന്നത് കുടുംബ പ്രശ്നമാണെങ്കിലും അഷ്ടമംഗലമാണെങ്കിലും സ്വർണ്ണരാശി എടുത്താണെങ്കിലും ഒക്കെ പറയുന്നതായിട്ടുള്ള വിഷയത്തിൽ, താമ്പൂല പ്രശ്നമാണെങ്കിലും ഒക്കെ പറയുന്ന വിഷയത്തിൽ നമ്മൾ പ്രശ്നം പറയുന്ന വ്യക്തിയെ
അതിൻ്റെ ഒഴിവ് നോക്കാൻ, ഇത് മാറിയോ ഇല്ലയോ എന്നുള്ള ഒഴിവ് നോക്കാനായിട്ട് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ജ്യോത്സ്യന് എന്തോ ഒരു ഇതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ സാധാരണഗതിയിൽ എന്നെ വന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ, അവരുടെ ബന്ധുവാണ്, വന്ന് വിളിച്ചു. അപ്പോൾ ഒത്തിരി ദൂരവും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ പോകണോ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്തുമാണ് വിളിക്കുന്നത്, ആ സമയത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പം ചെയ്യാതിരിക്കുന്നത് ശരിയല്ലാന്ന് തോന്നി ഞാൻ അദ്ദേഹം കൂടെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു പറഞ്ഞാൽ ജീപ്പയിലാണ് പോകുന്നത്. ജീപ്പയിൽ പോയി ഒരുപാട് കയറ്റം കയറി, ഒരു കിലോമീറ്റർ കുറവാണെങ്കിലും 1 മണിക്കൂർ കൊണ്ട് അവരുടെ വീട്ടിൽ ചെല്ലത്തക്ക രീതിയിൽ ആ പ്രദേശത്തെ ആഢ്യതയുള്ള കുടുംബത്തിൽ ജനിച്ചതാണ്. എന്നുവെച്ചാൽ അവരുടെ വീട്ടിൽ നിന്നാണ് അടുത്തുള്ള കല്യാണങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരു സംഭാവന കൊടുക്കുകയോ മറ്റു കാര്യങ്ങൾ, അതുപോലെ ധനധാന്യ സമ്പൽ സമൃദ്ധിയുള്ള വീടാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എന്തോ മാനസികമായിട്ടുള്ള വിഷയം വരാൻ കാരണം കൊച്ചിലെ അമ്മ മരിക്കും. അത് തന്നെയല്ല, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ആ സമയത്ത് MA BEd ഏതാണ്ട് പഠിച്ചിട്ട് നിന്നിട്ട് ഒരു ജോലിയുമില്ല. കാര്യം അതിന് മറ്റ് രീതിയിലുള്ള ഒരു സംസർഗമോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥാന്തരത്തിലുള്ള ഒരു കുടുംബ പാരമ്പര്യമുള്ള ഒരു വ്യക്തമായിട്ട് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലുള്ള ജനിച്ച സ്ത്രീയാണ്. പക്ഷേ അവർക്ക് ചില സമയങ്ങളിൽ ചൊവ്വാഴ്ചകളിൽ വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാറ് പതിവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ചാർത്തും പ്രകാരം എന്നെ വന്ന് വിളിച്ചു കൂട്ടി അവിടെ കൊണ്ടുപോയപ്പോൾ എല്ലാ ബന്ധുക്കളെയും വിളിച്ചിട്ടുണ്ട്. അത് ആ വീടിൻ്റെ വെളിയിലാണ് പിന്നെ പന്തലിട്ടിട്ട് ചാണകം മെഴുകി സുദർശന ഹോമം, കർമ്മിയുമുണ്ട്, സുദർശന ഹോമമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സുദർശന ഹോമം നടക്കുന്നു. ഞാൻ ചെന്നതിന് ശേഷം ഞാൻ കർമ്മിയോട് ചോദിച്ചു എന്തായി. അപ്പം പറഞ്ഞു ഈശ്വരാധീനം ഇനി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈശ്വരാധീനം നോക്കി. അപ്പം ചെയ്യിച്ചായിട്ടുള്ള കർമ്മങ്ങൾക്ക്, അതുവരെ ചെയ്ത കർമ്മങ്ങൾക്ക് ഫലമുണ്ട്. അതിലെ വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ചെറുപ്പക്കാരിയായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ അവിടെ കളത്തിലിരിക്കാൻ പറഞ്ഞു. കളത്തിലിരുന്ന സൈഡിൽ അവരിങ്ങനെ ഇരുന്നു. പക്ഷേ ഒരിക്കലും എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. എനിക്ക് കർമ്മിയെ അറിയില്ല, എന്നെ ആദ്യമായിട്ട് കാണുന്നു, കർമ്മിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കബഡി വെക്കാൻ നേരത്ത് അവൻ പറഞ്ഞു ഇന്ന ബാധാപ്രവേശമുണ്ട്, ആ ബാധയെ നമ്മൾ ആവാഹിക്കാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ബാധ, ശൈവശാക്തിയ വൈഷ്ണവമായിട്ടുള്ള ബാധ ഇങ്ങനെ ഓരോന്ന് ആവാഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ കുട്ടി ഇരുന്ന് ഭയങ്കരമായിട്ട് തുള്ളിയങ്ങ് അങ്ങ് കളന്നെന്ന് വെച്ചാൽ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കുരുത്തോല മറ്റു കാര്യങ്ങളും തോരണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെതായിട്ടുള്ള വിഭ്രമം അപ്പോൾ മനസ്സിനുള്ളിലുണ്ട്. അപ്പം പലരുടെയും ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, ശത്രുബാധ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആങ്ങളെ ഒരുപാട് സ്വത്തുവകകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ആങ്ങളെ എന്തോ ചെയ്തതാണെന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ ഒരു ജ്യോത്സ്യനും ഒരു ശത്രുവിനെയും ചൂണ്ടിക്കാണിക്കില്ല, ഇന്ന ആളാണെന്ന് പറയില്ല. ശത്രുതയുണ്ട്, അത് മാറ്റിക്കളയുക, അല്ലെങ്കിൽ അത് ഒരു നെഗറ്റിവിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവ് എനർജി അല്ല, അതിനെ മാറ്റി ഒരു നന്മയിലേക്ക് ചിന്തിക്കാനായിട്ട് നല്ലൊരു പൂജ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് മാറ്റം ഉണ്ടാകും എന്നേ പറയുള്ളൂ. അപ്പോൾ ഇവരുടെയൊക്കെ ഈ ബന്ധുക്കളുടെ വിചാരവും എന്താ വെച്ചാൽ, ഈ ആങ്ങള അമ്മ മരിച്ചുപോയതാണ്, ഈ സ്വത്തുവകകൾ, അപ്പം വിവാഹം കഴിച്ചു, അപ്പം പിന്നെ അച്ഛനുണ്ട്, അച്ഛന് പ്രായമായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഈ കുട്ടിയുടെ വിഷാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ടും ഒരു ബന്ധമില്ലാത്തൊരവസ്ഥ. സമൂഹത്തിൽ വലിയ വിലയും നിലയുള്ള ഒരാൾ, ഒരു അധ്യാപികയ്ക്ക് വേണ്ടി അവരുടെ കുടുംബക്കാരെല്ലാം മിക്കവാറും ഉള്ള അധ്യാപന വൃത്തി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരും, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് സ്കൂളും മറ്റു കാര്യങ്ങളൊക്കെയുള്ള ആളാണ്. അപ്പോൾ അവർ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ തുള്ളി വരും എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കുമില്ലാത്തൊരവസ്ഥാന്തരത്തിലാണ് ഈ കുട്ടി തുള്ളുന്നത്. അപ്പോൾ തുള്ളുന്നതെന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം എന്തോ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ള സത്യസന്ധമായിട്ടുള്ളൊരവസ്ഥയാണ് സത്യത്തിൽ. പക്ഷേങ്കിൽ ആങ്ങളയ്ക്ക് പോലും സംശയമാണ്. അപ്പോൾ ആങ്ങളുടെ സംശയം കൂടെ ആങ്ങളയാണെന്നുള്ളത് ആൾക്കാർ പരക്കെ പറയാൻ തുടങ്ങി. പക്ഷേങ്കിൽ അദ്ദേഹത്തിന് വീടും പറമ്പും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള സ്വത്തുവകകൾ അവർക്ക് സർവീസ് വരെയുള്ള ആ കാലഘട്ടത്തിലുള്ളതായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പം അതെല്ലാം ഈ പെൺകുട്ടിയുടെ പേരിലാണ്. അപ്പോൾ ആങ്ങള സ്വത്ത് തട്ടിയെടുക്കുക എന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ. പക്ഷേ സത്യത്തിൽ ആങ്ങള അന്ന് വരെ അപ്പോൾ ഈ വന്നു കയറിയ സ്ത്രീക്കും അതൊരു ബുദ്ധിമുട്ട്. കാര്യം അവർ സത്യസന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടി കഴിയുന്നതായിട്ടുള്ള ഒരു കുടുംബമാണ്. പക്ഷേ ഈ കുട്ടിക്ക് അങ്ങനെ വന്നു.
വന്നത് അതാണ്. ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കുടുംബക്കാരെ തന്നെ സംശയിച്ചിട്ട് കാര്യമില്ല. അന്യഥ വരുന്ന എന്നുവെച്ചാൽ എന്താ പറയുക, മറ്റൊരാളെ മുൻനിർത്തി അമ്പ് ചെയ്യുക പഴയ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ മുൻനിർത്തി മറ്റാരോ എന്തോ കൈവിഷ സംബന്ധമായിട്ടുള്ള വിഷയം ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ കുട്ടിക്കൊരു ബാധാസംബന്ധമായിട്ടുള്ള വിഷയവും മാനസികമായിട്ടുള്ള ഒരു തളർച്ചയും എല്ലാം കൂടെ ഉണ്ടായി ഈ കുട്ടി ഇങ്ങനെ തുള്ളി വരികയാണ്. തുള്ളി വന്ന ഓട്ടത്തിൽ പിന്നെ ഈ ഒരു 3-3.5-4 അടി പൊക്കമുള്ള വിളക്ക്, മറ്റ് സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് കർമ്മി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഈ പൂക്കുല പിന്നെ പറക്കകത്ത് വെച്ചിരുന്ന പൂക്കുല എടുത്തതിന് ശേഷം തുള്ളി വരികയാണ്. അപ്പം തുള്ളി എൻ്റെ മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. അപ്പം ഞാൻ കവടി വെച്ചിരിക്കുന്നു, ഈ വിളക്ക് വെച്ചിരിക്കുന്നു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അവിടെ ഇരിക്കുന്ന വിളക്കുകളോ മറ്റു കാര്യങ്ങളോ ഒരു ഏറ് തന്നാൽ പോരെ, എൻ്റെ തല പോച്ചില്ലേ, അല്ല എൻ്റെ കണ്ണിക്കൊള്ളല്ലേ, എൻ്റെ ശരീരത്തുള്ളതില്ലേ. അപ്പം ഞാനിത് വളരെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരുന്നപ്പോഴാണ് ഞാനാണ് ഭദ്രകാളിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് വിഷയം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിഭ്രമമാണെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതാവസ്ഥ എനിക്ക് കൂടുതൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സോപ്പിടണ്ട, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സോപ്പെന്ന് പറയുന്ന ഭാഷ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ഭദ്രകാളിയും ഒരു സേവയുള്ളൊരു ആ ഭാഷ ഉപയോഗിക്കാനുള്ള സാധ്യതാവസ്ഥയില്ല. അപ്പം ഞാൻ കർമ്മിയെ ഒന്ന് നോക്കി, കർമ്മി എന്നെ ഒന്ന് നോക്കി, എന്താ ചെയ്യേണ്ടത് രണ്ടുപേരും. അപ്പം ഞാൻ അന്നേരം കർമ്മിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അഘോരയും പിന്നെ സുദർശനവും പ്രത്യങ്കിരി ഏതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്നത് അതൊക്കെ നിങ്ങൾ ജപിക്കാൻ പറഞ്ഞു. കൂടെ ഇരിക്കുന്ന ആൾക്കാരോട് ജപിച്ച് സമത്തുക്കൾ ഹോമിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഹോമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതൊന്നും മൈൻഡ് ചെയ്താൽ വരിക, ഞാൻ പോകത്തില്ല, നീ ആരാ എന്നും പറഞ്ഞിട്ട് നേരെ എൻ്റെ അടുക്കിലോട്ട് വരികയാണ്. കളവെല്ലാം അടിച്ചു വാരി കൂടെ പരിഭ്രമമായി. എനിക്കും അതൊരു ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കാര്യം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബാധയാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ നിന്നിട്ട് പോക്ക് നടക്കുമോ? കാര്യം ഇത് പറയാതെ അവിടുന്ന് പോരാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന് അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞാൻ ഒരു കാരണവശാലും പോകത്തില്ല, നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ പോകത്തില്ല, ഞാൻ ഭദ്രയാണ് കാളിയാണെന്ന് ഇങ്ങനെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഭീകരത്വം സൃഷ്ടിപ്പിച്ച് ഇത് മുന്നിലോട്ട് വരികയാണ്. എന്തോ ഈശ്വരൻ്റെ അനുഗ്രഹമോ ഗുരുകടാക്ഷമോ അതോ പിന്നെ പാരമ്പര്യത്തിൻ്റെ പുണ്യമോ എന്തോ എനിക്കറിയില്ല. അപ്പം ഞാൻ അന്നേരം പേടിച്ചിട്ടാണ് പറയുന്നത്, പേടിച്ചുകൊണ്ട് ഞാൻ അലറി. അതാണ് ഈ മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടെന്നുള്ള സംഭവമായിട്ടുള്ള വിഷയം ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയം. ഞാൻ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു, നീ എന്താണ് വരാത്തേ, അതിൻ്റെ കാരണം എന്താ? ഞാൻ വരത്തില്ല, ഞാൻ ഈ ശരീരത്തിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞു. എന്നെ നിനക്കറിയാവുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് നിന്നെ അറിയേണ്ട കാര്യമില്ല, നീ എന്നെ ഒഴിപ്പിക്കാൻ വന്നതല്ലേ, ഞാൻ ഇതിൽ നിന്നും പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ കാണും എന്നൊക്കെ ഇതിങ്ങനെ പറയാം. അപ്പോൾ ഞാൻ ഒറ്റ ഷൗട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു, നിനക്കെന്നെ അറിയില്ല. പേടിച്ചാ പറയുന്നേ, ഭയങ്കര പേടിയോട് കൂടിയാണ് പറയുന്നത്. ഈ വിളക്കവല്ലോ എടുത്തെറിയോ എന്നുള്ള, നിനക്കെന്നെ അറിയത്തില്ല, നീ ഭദ്രയാണ്, ഞാൻ ശിവനാണെന്ന് പറഞ്ഞു, നീ നേരെ ഒന്ന് നോക്കാൻ പറഞ്ഞു. അതൊരൊറ്റ നോട്ടമാണ്. അത് എന്നെ നോക്കി ആ നോട്ടത്തിൽ തന്നെ ഞാൻ സത്യം പറഞ്ഞ് ദഹിച്ചു പോയി. എന്താണ് സംഭവിക്കുക, പിന്നെ എന്താണ് എനിക്ക് പറയേണ്ടത്? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാനാണ് മഹാദേവനാണ്, ശിവനാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ ഉദിച്ചു തന്നിരിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ ഞാൻ പറഞ്ഞു, അഘോരയാണ്, അല്ലെങ്കിൽ ഇവിടെ സുദർശനമാണ് നടക്കുന്നത്, അഘോര മന്ത്രമാണ്. നിന്നെ കാണാനായിട്ട്, നിൻ്റെ പാതാരബിന്ദങ്ങളിൽ വീഴാനുമായിട്ടാണ് ഞാൻ വന്നത്, നിന്നെ കാണാനായിട്ട് തന്നെയാണ് വന്നത്. നിൻ്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാം, ഞാൻ ശിവനാണ്. പക്ഷേ എങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ മന്ത്രങ്ങളുടെ ബാക്കി പറയുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അഘോര മന്ത്രം ഓം ഹ്രീം സ്പുര പ്രസ്പുര എന്ന് പറഞ്ഞ് അതങ്ങോട്ട് ചൊല്ലിക്കൊടുത്തിട്ട് പറഞ്ഞു, അമ്മയല്ലേ, ദേവിയല്ലേ, മഹാമായല്ലേ, ബാക്കി പറഞ്ഞോളുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി 2-3 പ്രാവശ്യം തലയൊക്കെ നിന്നിട്ട് ആട്ടി, പറയൂ നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു. ബാക്കി അപ്പോൾ സ്വമനസാലയല്ല, ഒരു ബാധാപ്രവേശമില്ല, വിഷം മാത്രമേ ഉള്ളിൽ ചെന്നിട്ടുള്ളൂ. അപ്പം അതൊരു വിഭ്രമമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഇങ്ങനെ തുള്ളി ഉറഞ്ഞ് ഒരൊറ്റ വീഴ്ചയാണ് കളത്തിൻ്റെ മുമ്പിലോട്ട്. അപ്പോഴത്തേക്ക് ആ കർമ്മി വന്നു, വെള്ളം തെളിച്ചു കഴിഞ്ഞപ്പം ബോധം വീണു. അപ്പോൾ ഈ ബോധം വീണ് കഴിഞ്ഞപ്പം വളരെ എല്ലാവർക്കും വലിയ സന്തോഷമായി. കാര്യം എന്താ ചെയ്യുന്നതെന്നോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഒരുപാട് സാധനങ്ങൾ പറയിരിപ്പുണ്ട്. അല്ല, ഒന്നാം തരം പറ. കാര്യം എന്താ വെച്ചാൽ പഞ്ചമുഖങ്ങളൊക്കെ കൊത്തി വെച്ചിരിക്കുന്ന ആൾ പറ, ഇതൊക്കെ എടുത്ത് തലക്കടിക്കുകയല്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബാധയാ പ്രേതമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
അപ്പോൾ അന്നേരം തോന്നിച്ചതായിട്ടുള്ള ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അതായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിന് മാറ്റം സംഭവിച്ചു. പെട്ടെന്ന് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും മാറി പെട്ടെന്ന് അത് വീണു. അതിന് പിന്നെ വെള്ളം കുടഞ്ഞു കഴിഞ്ഞിട്ട് ശേഷം രണ്ട് കൂട്ടരെയും കൂടെ വിളിച്ച് ആങ്ങളെയും പെങ്ങളെയും കൂടെ വിളിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു. ഒരു സ്വാതന്ത്ര്യാവസ്ഥ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് എപ്പോഴും എനിക്ക് ഇന്നയൊക്കെ കേൾക്കാനാണ് വന്നത്, അങ്ങനെ എൻ്റെ മനസ്സിൽ ഡിപ്രഷനായിട്ട് എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ബാധ മറ്റു കാര്യങ്ങൾ ഈ പൂജാകർമ്മങ്ങളെല്ലാം ഫലമായിട്ടുണ്ട്, ഇനിയുള്ള ജീവിതം നന്നായിട്ട് ജീവിച്ച് എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് അങ്ങനെയാണ് അതിൻ്റെ വിവാഹം പോലും ബാധയുണ്ടെന്ന് പറഞ്ഞിട്ട് മുടങ്ങിയ ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ ആങ്ങളെയല്ല എന്നുള്ളൊരവസ്ഥ. പക്ഷെങ്കിൽ അവിടെ വിഷം കൊടുത്തത് അവരുടെ ഇതിൽ നിന്ന് തന്നെയുള്ള ഏതോ ഒരാളാണ്. അതിനുവേണ്ടി പിന്നെ 1 കിലോ നെയ്യ്, നല്ല വൈദ്യനെ കൊണ്ട് അവിടെ അടുത്തുള്ള ഇന്നൊന്നും എന്താ പറയുക, ഒരു ബ്രഹ്മീകൃതമോ അല്ലെങ്കിൽ ഒരു കല്യാണകൃതമോ ഒരു പഞ്ചഗവ്യകൃതമോ ഒന്നും കാച്ചാൻ അറിയാവുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. എല്ലാം കടകളിൽ നിന്ന് മേടിക്കുന്ന ഈ ശർക്കര വെള്ളവും മറ്റ് സാധനങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും അത് രക്ഷപ്പെടുകയും ആ നെയ്യൂടെ സേവിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെതായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ അങ്ങനെ 41 ദിവസം അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിവാഹവും നടന്നു. അവരിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അത് എപ്പോൾ വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കൽ വരാറുണ്ട്. അതാണ് ബാധയെന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് പറയാനുള്ള കാരണം അതാണ്. അത് കാരണം കൂടെ പറഞ്ഞ് അഭിനയിച്ച് വരുന്ന ബാധകളുണ്ട്. എൻ്റെ മുമ്പിലിരുന്ന് എത്രയോ ആൾക്കാർ വന്നിട്ട് ഞാൻ ഭദ്രയാണ്, അപ്പോൾ ഇവർക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഭദ്രാളി, ഒരു സെക്കൻഡിനുള്ളിൽ ഭദ്രകാളിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഭദ്രകാളിയും കൊല്ലാൻ വരുമോ അല്ല ഞെക്കാൻ വരുമോ ഒന്നും ചെയ്തില്ല. ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നൊന്നും ചോദിക്കത്തില്ല. അത് ഒരു അഭിനയമാണ് പല ആൾക്കാർക്കും ഉള്ളത്. അത് നമ്മൾ തിരിച്ചറിയണം. ബാധ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ഉള്ളതാണ്. അത് നമ്മൾ അറിഞ്ഞ് അതിനുള്ള പൂജകളോ മറ്റു കാര്യങ്ങളോ കഴിച്ചു കഴിഞ്ഞാൽ, സായത്വമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറിയിട്ട് മനസ്സ് ശാന്തമാവും, ശരീരം ശാന്തമായി, നെയ്യും ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ബാധാസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ മാറിക്കിട്ടും. ആ മനസ്സിൻ്റെ തൃപ്തിയാകും. ഒരു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് കാരണമായിരിക്കുന്ന വിഷയം അതിൻ്റെ ഉള്ളിലേ അത് മാറിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ അത് രക്ഷപ്പെട്ടതിന് ശേഷം വിവാഹം കഴിച്ചു. മക്കളുമായി കൊച്ചുകൾ സസുഖം ജീവിക്കുന്നു, സസുഖമായിട്ട് തന്നെ ജീവിക്കുന്നു. അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് പറഞ്ഞത്. ഈ ബാധയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞോളുക. കാര്യം എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. അന്ന് തൊട്ട് എനിക്ക് ബഹുമാനവും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സെഗ്മെൻറ്റ് ചെയ്തത്. അങ്ങനെ 100% എന്നല്ല 99% ബാധാപ്രവേശമുണ്ട്. അത് ഉത്തമനായ ഒരു ജ്യോത്സ്യം നോക്കിക്കഴിയുമ്പോൾ അത് മനസ്സിലാകും. അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ആവാഹിച്ച് സുദർശനം, അഘോരം ഇങ്ങനെയൊക്കെയുള്ള ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാവും. അത് തന്നെയല്ല ഒരു പൂജ, ഒരു സുദർശനം 12 വർഷത്തിലൊരിക്കൽ വീട്ടിൽ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സുദർശനത്തിൽ ഒരു പൂവിട്ട് തൊഴുന്നത് പോലും അത്യുത്തമമാണ്. ഇന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ പുകയോ അല്ലെങ്കിൽ മണിയടിയോ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ള വീട്ടുകാർ വിചാരിക്കുന്ന മറ്റെന്തോ പൂജയാണ് അവിടെ നടക്കുന്നത്. ഇന്ന് എല്ലാവർക്കും മോശമായിട്ട് നമ്മളിപ്പോൾ സെഗ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കൊള്ളാത്ത നക്ഷത്രം ഏതാണ്, അതൊക്കെയാണ് ചോദിക്കുന്നത്. സ്നേഹിക്കാൻ കൊള്ളാത്ത ഏതാണ് നക്ഷത്രങ്ങൾ, ഇതൊക്കെ എന്ന് പറയും. ഈ നെഗറ്റീവ് കൊള്ളാത്ത സാധനങ്ങൾ ഏതൊക്കെയാണ്, അതാണ് മനുഷ്യർക്ക് വേണ്ടിയത്. അതുകൊണ്ട് ബാധയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടും ഒരു അനുഭവസ്ഥനായതുകൊണ്ടും ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു നല്ലൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.